ശംശായിക്ക് സ്തുതിയായിരിക്കട്ടെ. പന്തക്കുസ്ത തിരുനാളിന് ഒരുക്കമായിട്ട് നമ്മൾ നടത്തുന്ന തീവ്രമായ ആ ഒരു ഒരുക്കം, അതിൻ്റെ ഭാഗമായിട്ട് അല്പസമയം നമ്മൾ ദൈവവചനം കേൾക്കുന്നു, നൊവേനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നു. നമ്മൾ വിചിന്തനം ചെയ്യുന്നത്, നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്: എന്തേ സമർപ്പിതര് വീണുപോകുന്നു? മറ്റൊരു രീതിയിൽ ചോദിച്ചാൽ, എന്തേ അഭിഷിക്തരും വീണുപോകുന്നു? വീഴുന്നത് നല്ലതല്ല എന്ന് നമുക്കറിയാം. അത് ക്രിസ്ത്യാനികളെന്ന നിലയിലാണെങ്കിലും, സമർപ്പിതരെന്ന നിലയിലാണെങ്കിലും, അതുപോലെ വൈദികരെന്ന നിലയിലാണെങ്കിലും ആ വിളിമറന്ന് വീണു പോകുന്നത് അതൊരിക്കലും നല്ലതല്ല. ഇന്ന് അതിൻ്റെ പേരിൽ മനസ്സിൽ പ്രയാസം കൊണ്ട് നടക്കുന്ന വ്യക്തികളുണ്ട്, ഉതപ്പ് ആയിപ്പോയെന്ന് പറയുന്ന വ്യക്തികളുണ്ട്. നമുക്കറിയാമല്ലോ, എവിടെയെങ്കിലും ഒരു അച്ഛനോ കന്യാസ്ത്രീക്കോ ഒരു വീഴ്ച വന്നെന്ന് കേട്ടാൽ മീഡിയ, അതുപോലെ തന്നെ ആളുകൾ അതെല്ലാം എടുത്ത് ആഘോഷിക്കും. അങ്ങനെ ഒരു പ്രവണത നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള വീഴ്ചകൾ ഒഴിവാക്കാനുള്ള പരിശ്രമം നമ്മൾ നടത്തണം. അതിന് എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക? അതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഈ ഒരു എപ്പിസോഡിൽ അതുമായി ബന്ധപ്പെട്ട ഏതാനും വചനഭാഗങ്ങളാണ് നമ്മൾ കാണുക. 2 പത്രോസ് 1-ാം അധ്യായം 10-ാമത്തെ വചനം എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട് ഇതിനുള്ള പരിഹാരം എന്താണ്. നിങ്ങൾ ഈ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുന്നതിൽ, പുണ്യങ്ങൾ അഭ്യസിക്കുന്നതിൽ ഉത്സാഹമുള്ളവരാകണം. അത് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ വീഴത്തില്ല. വീഴാതിരിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം പറഞ്ഞിരിക്കുകയാണ്: പ്രാർത്ഥിക്കുന്നതിലും പുണ്യങ്ങൾ അഭ്യസിക്കുന്നതിലും ഉത്സാഹമുള്ളവരാകണം. ഒരു വൈദികൻ ഇത് ചെയ്യുന്നില്ലെങ്കിൽ, ഒരു സമർപ്പിത ഇത് ചെയ്യുന്നില്ലെങ്കിൽ വീണുപോകുന്നതിൽ എന്താ അതിശയിക്കാൻ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് അൽമായരായിട്ടുള്ളവരും. ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് 2-3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ തിരിച്ചറിയുന്നത് വളരെ നല്ലതാണ്. വീഴ്ചകൾ സംഭവിക്കുന്നതും ആ വീഴ്ചകളെടുത്ത് ആഘോഷിക്കുന്നതും അത് മനസ്സിൽ വെച്ച് ധ്യാനിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ഏറ്റെടുക്കേണ്ടതായിട്ടുള്ള ചില സന്ദേശങ്ങൾ. ഒന്നാമത്തെ കാര്യം, വല്ലവരുടെ കാര്യം പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കാതിരുന്നാൽ, ബലിയർപ്പിക്കാതിരുന്നാൽ നമുക്കാണ് നഷ്ടം. ഇത് ചിലർ ഇങ്ങനെ ഏതെങ്കിലും വൈദികൻ്റെയോ സമർപ്പിതരുടെയോ വീഴ്ച ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എന്തിനാ പ്രാർത്ഥിക്കണേ, എന്തിനാ പള്ളി പോവുക, എന്തിനാ കുമ്പസാരിക്കുക, എന്തിനാണ് വിശുദ്ധ കുർബാന, അങ്ങനെയൊക്കെ ചോദിച്ച് അതിൽ നിന്നൊക്കെ വിട്ടുനിൽക്കാനുള്ള മാനുഷിക പ്രവണത. അതിന് നമ്മൾ കീഴ്പ്പെട്ടാൽ ആർക്കാ നഷ്ടം? നമുക്ക് തന്നെ. അവരുടെ തെറ്റിന് അത് ദൈവം അത് കൈകാര്യം ചെയ്ത് വേണ്ടത് പ്രവർത്തിച്ചോളും. നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിനുപരിയായിട്ട് ഈ കൂദാശകളൊക്കെ നമുക്ക് വേണ്ടി സ്ഥാപിച്ചത് അച്ഛന്മാരോ കന്യാസ്ത്രീമാരോ ഒന്നും അല്ല, ദൈവം ചെയ്ത കാര്യമാണ്. യേശു സ്ഥാപിച്ച കൂദാശകൾ, അവനിൽ കുറ്റം കണ്ടുപിടിക്കാൻ പറ്റാത്തിടത്തോളം കാലം ഈ കൂദാശകളെ നമുക്ക് സധൈര്യം സമീപിക്കാൻ പറ്റും, അതിൻ്റെ ഫലമെടുക്കാൻ പറ്റും. രണ്ടാമതൊരു കാര്യം, യോഹന്നാൻ 8-ാം അധ്യായം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. വ്യഭിചാരത്തിന് പിടിക്കപ്പെട്ട സ്ത്രീ, അവളെ വിധിച്ച് സംസാരിക്കുന്ന, രൂക്ഷമായിട്ട് വിമർശിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരെ അവിടെ കാണാൻ പറ്റും. പക്ഷേ കർത്താവ് അവരുടെയൊക്കെ വായടപ്പിച്ചു. കർത്താവ് പറഞ്ഞൊരു കാര്യം: നിങ്ങളിൽ തെറ്റ് ചെയ്യാത്തവർ, പാപമില്ലാത്തവർ ആദ്യത്തെ കല്ലെറിയട്ടെ. അവിടെ ആരും ഇല്ലായിരുന്നു. നമുക്ക് ഏതെങ്കിലും തെറ്റോ കുറവുകളോ ഉണ്ടെങ്കിൽ മറ്റൊരാളുടെ തെറ്റിനെ, കുറവിനെ അതുപോലെ ഊതി വീർപ്പിച്ച് കാണിക്കാനും കുറ്റം വിധിക്കാനും നമുക്ക് അവകാശമില്ലെന്ന്. നമ്മൾ കുറ്റമറ്റവരാണെങ്കിലാണ് മറ്റുള്ളവരെ കുറ്റപ്പെടുത്താനുള്ള അവകാശം നമുക്ക് ലഭിക്കുക. മൂന്നാമതൊരു കാര്യം, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ നമ്മൾ കാണുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഇവരെ നേടിയെടുക്കാനുള്ള ഒരു പ്രാർത്ഥനയും പരിശ്രമവും അതാണ് നമുക്കുണ്ടാകേണ്ടത്. അതിനെന്ത് ചെയ്യണം? ഇതെല്ലാം കണ്ടവരോടെല്ലാം സംസാരിച്ച് ഇതെല്ലാം പ്രചരിപ്പിച്ച് നടക്കുന്നത് കൊണ്ട് ഏതെങ്കിലും ഒരു വ്യക്തിയെ നേടിയെടുക്കാൻ പറ്റുമോ? റോമ 12:21 പറഞ്ഞിട്ടുണ്ട്, നന്മ കൊണ്ടേ തിന്മയെ കീഴടക്കാൻ പറ്റത്തുള്ളൂ. പ്രാർത്ഥന കൊണ്ടേ പാപിയെ മാനസാന്തരപ്പെടുത്താൻ നമുക്ക് സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ സഹായം, പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നമുക്കുള്ളപ്പോഴാണ് വീഴാതിരിക്കാൻ പറ്റുക, വീണവരെ നേടിയെടുക്കാൻ നമുക്ക് സാധിക്കുക എന്ന കാര്യം നമുക്ക് തിരിച്ചറിയാം. ആരും വീഴാൻ കാരണമാകുന്ന ചില കാര്യങ്ങളുണ്ട്. അത് നമ്മൾ ഒരു 4 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. ഈ 4 കാര്യങ്ങളാണ് പലരെയും വീഴ്ത്തുക. അത് ശ്രദ്ധിക്കുകയാണെങ്കിൽ വീഴ്ച ഒഴിവാക്കാൻ പറ്റും. ഒന്നാമത്തേത് അഹങ്കാരം. അഹങ്കാരി വീഴും എന്നുള്ളതിന് ഒരു സംശയം വേണ്ട. അത് അൽമേനിയാണെങ്കിലും, സമർപ്പിതയാണെങ്കിലും, പുരോഹിതനാണെങ്കിലും, മെത്രാനാണെങ്കിലും അഹങ്കരിച്ചാൽ വീഴും. ഇത് വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. യെശയ്യാ 14:12 മുതൽ വായിക്കുമ്പോൾ, ആ പ്രഭാത നക്ഷത്രം മുഖ്യദൂതന്മാരിൽ ഒരാളായിരുന്നയാൾ വീണുപോകാൻ കാരണം അഹങ്കാരം. പ്രഭാഷകൻ 18:21 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, വീഴും മുമ്പ് വിനീതനാവുക. അഹങ്കാരി വീഴും എന്നുള്ള ആ സന്ദേശമല്ലേ അവിടെ ലഭിക്കുക. സുഭാഷിതങ്ങൾ 16:18 കൂടി എടുക്കുകയാണെങ്കിൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, അഹന്ത അധപ്പതനത്തിന് മുന്നോടിയാണ്. രണ്ടാമത്തെ കാര്യമാണ് അശ്രദ്ധ. അശ്രദ്ധ നമ്മുടെ ഭാഗത്തു നിന്ന് വന്നാൽ വീഴ്ച ഉണ്ടാവും. 1 കൊരിന്തോസ് 10:12 ആകയാൽ നിൽക്കുന്നു എന്ന് വിചാരിക്കുന്നവർ വീഴാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കട്ടെ. ആ ശ്രദ്ധയില്ലാത്തവർ
അശ്രദ്ധ ഉള്ള വ്യക്തികൾ അവർ വീഴാൻ സാധ്യതയുണ്ട് എന്ന്. മൂന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഒരു വീഴ്ചയ്ക്ക് കാരണമാകുന്ന ഒരു കാര്യം, ദൈവത്തിൻ്റെ സഹായം എടുക്കാത്തതാണ്. പരിശുദ്ധാത്മാവിൻ്റെ തുണ ഏറ്റെടുക്കാത്തതാണ് വീഴാൻ കാരണം. നമുക്കറിയാം, ഈ നടക്കാറായി വരുന്ന പിള്ളേർ എത്രയോ പ്രാവശ്യം വീണിട്ടാണ് പിന്നെ സ്റ്റഡിയായിട്ട് നടക്കാൻ സാധിക്കുക. അവരെ ആദ്യം ആരെങ്കിലുമൊക്കെ സഹായിച്ചാണ് അവരെ സ്വയം നടക്കാൻ അവർ പ്രാപ്തി നേടുക. ഇതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ സഹായം നമുക്ക് വേണം. അതെടുക്കാതെ അതിനുവേണ്ടി പ്രാർത്ഥിക്കാതെ പോകുന്നവർക്ക് വീഴ്ച ഉണ്ടാകുന്നതിൽ എന്താ അതിശയിക്കാൻ. നാലാമത്തെ കാര്യം, വചനം ജീവിക്കാത്തവർക്ക് വീഴ്ച ഉണ്ടാവും. മത്തായി 7-ാം അധ്യായത്തിൻ്റെ കാതലായ സന്ദേശം അതാണ്. നിങ്ങൾ വചനം കേൾക്കുകയും അത് ജീവിക്കുകയും ചെയ്യുന്നെങ്കിൽ കാറ്റും തിരമാലകളും ഒക്കെ ഒരു കെട്ടിടത്തിൻ്റെ മേൽ ആഞ്ഞടിച്ചാലും അത് വീഴാതിരിക്കുന്നത് അതിൻ്റെ കാരണം അതിനടിസ്ഥാനമുണ്ട്. അതുപോലെ ആയിരിക്കും ദൈവത്തിൻ്റെ വചനം ജീവിച്ച് മുമ്പോട്ട് പോകുന്ന വ്യക്തികൾ. അതില്ലാത്തവർക്ക് വീഴ്ച ഉണ്ടാവും. അവസാനമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്, വീഴാതിരിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. 2 പത്രോസ് 1-ാം അധ്യായം 3 മുതൽ മുമ്പോട്ടൊന്ന് വായിച്ചാൽ മതി. അതിൻ്റെ കാതലായ സന്ദേശം ഇതാണ്: പ്രാർത്ഥിക്കുക, ഉത്സാഹമുള്ളവരാവുക, പുണ്യങ്ങൾ അഭ്യസിക്കുക. ഈ ഒരു സന്ദേശം ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് ജീവിക്കുവാൻ നമുക്ക് തീരുമാനമെടുക്കാം. ഇന്ന് നമ്മൾ ഉപേക്ഷിക്കുവാൻ തീരുമാനമെടുക്കുന്നത്, നിർദ്ദയം കുറ്റപ്പെടുത്തുന്ന ഒരു മനോഭാവം നമുക്കുണ്ടെങ്കിൽ അത് വെടിഞ്ഞ് നമുക്ക് മറ്റുള്ളവരോട് ദയയും കരുണയും കാണിക്കുന്നവരായി മാറുവാൻ തീരുമാനമെടുത്ത് പ്രാർത്ഥനയിൽ പങ്കുചേരാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, ഈ വർഷത്തെ പന്തക്കുസ്ത തിരുനാൾ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും ലോകം മുഴുവനും വലിയൊരു അനുഗ്രഹമാക്കണമേ. മനുഷ്യർക്ക് അസാധ്യമായവ സാധ്യമാക്കുന്ന പരിശുദ്ധാത്മാവെ, ഞങ്ങളെയും ഞങ്ങളുടെ ശുശ്രൂഷകളെയും അവിടുന്ന് ഏറ്റെടുക്കണമേ. സകലതും നവീകരിക്കുന്ന പരിശുദ്ധാത്മാവെ, ഞങ്ങളോടൊപ്പം തിരുസഭയെയും ലോകം മുഴുവനെയും നവീകരിക്കണമേ. തണുത്തുപോയ ഞങ്ങളുടെ അഭിഷേകത്തെ വീണ്ടും ഉജ്ജ്വലിപ്പിക്കണമേ. ഞങ്ങളുടെ രോഗങ്ങൾ സുഖപ്പെടുത്തുകയും മനസ്സിനെ ബലപ്പെടുത്തുകയും ആത്മീയ അഭിവൃദ്ധി ഞങ്ങൾക്ക് നൽകുകയും ചെയ്യണമേ. വിവേകത്താലും ജ്ഞാനത്താലും ഞങ്ങളെ പൂരിതരാക്കണമേ. പാപരഹിത ജീവിതം നയിച്ച് സ്വർഗത്തിന് അർഹരാകുവാൻ പരിശുദ്ധാത്മാവെ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിലും കുടുംബങ്ങളിലും ലോകം മുഴുവനിലും ശാശ്വത ശാന്തിയും സമാധാനവും സ്നേഹവും ഐക്യവും അങ്ങ് സ്ഥാപിക്കണമേ. ആമേൻ. നമ്മുടെ വ്യക്തിപരമായ എല്ലാ ആവശ്യങ്ങളെയും ഈ അൾത്താരയിൽ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് അഭിഷേകം, ആത്മീയ ജ്വലനം നമുക്കിപ്പോൾ ഏറ്റെടുക്കാം. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളെല്ലാവരെയും ആത്മാവിനാൽ ജ്വലിപ്പിക്കണമേ. ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അങ്ങ് നിറവേറ്റി തരികയും ചെയ്യണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒരുമിച്ച് കൂടി പന്തക്കുസ്ത തിരുനാളിനായിട്ട് ഒരുങ്ങാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.